അതിൻ്റെ ഇടയിലാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പെരുമ്പാമ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട്. വയറ്റിൽ മുട്ടയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. വയറ്റിൽ മുട്ടയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞാൻ ചിലപ്പോൾ കിട്ടിയാലോ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് മാത്രം. അവനോട് പറഞ്ഞിട്ട് ഇതാക്കണ ബലമ പെരുമ്പാമ്പ. ഈ സാധനം പ്രശ്നത് അതിന്റെ ഇടയിലൊക്കെ വേറെ വല്ല പാമ്പുണ്ടെങ്കിൽ നോക്കിയോളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടിലുണ്ടല്ലോ ഈ കല്ല്. കല്ലിടേണ്ടി വരും. താത്തി കളിച്ചു കല്ലിപ്പോ നിലത്ത് വെച്ചിട്ട് കല്യാണം മറക്കാൻ പറ്റും. അത് മാറ്റിയിടാം. അല്ല ഇപ്പൊ നിലത്ത് വെച്ച പാമ്പിന് മേലെ വീഴും. അതാണ് പാമ്പ് ഇവിടെയാ. കല്ലങ്ങ് പാമ്പിന്റെ തല ഇതിൽ വാ, ഞാൻ പറഞ്ഞുതരാം. ഇത് വാ, അപ്പുറത്തേക്ക് പറഞ്ഞ ഓടേണ്ടി വരും അവിടുന്ന്. അത് ഞാനല്ലെങ്കിൽ ഞാനങ്ങനെ ഓടുന്നത് എനിക്ക് ഓടാൻ പറ്റില്ലേ. സ്റ്റെപ്പാ സ്റ്റെപ്പ്, ഇത് വലിയ സ്റ്റെപ്പാ. ഈശ്വര അതിന്റെ ഉള്ളിക്ക് പോയോണ്ടിരിക്കുന്നല്ല. കല്ല് മാറ്റ്. പക്ഷെ പറയാൻ പറ്റില്ല. അതൊന്ന് നീക്കണം. അതിനുള്ള ഗ്യാപ്പ് ആ കുഴപ്പമില്ല, പൊക്കോട്ടെ. എന്നാലും അത്രയ്ക്ക് ദൂരം പോകില്ല. എന്നെങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന പാമ്പന്നെയാട്ടത്. പിടിച്ചു വലിച്ചാലോ? ഇങ്ങോട്ട് വരില്ലേ? അത്ര ഈ സാധനം ഇനിയിപ്പോ അവിടെ ഇല്ല. ഇനി ഇത് വിടാൻ ചേട്ടാ, ഈ കല്ല് വിട്ടിട്ട് അവിടെ നിന്ന് ലോഡ് ചെയ്ത് വിടാം ബ്രോ. ഈ കല്ലുകൾ മാറ്റി പറ്റുകയാണെങ്കിൽ ഈ ഇവിടത്തെ കല്ലുകൾ മലമ്പാമ്പിനെ പിടികൂടാൻ മുഖ്യ പങ്കുവച്ച ചേച്ചി അഭിനന്ദനങ്ങൾ. സംഭവം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു കാട് പിടിച്ച ഏരിയയാണ്. പക്ഷേ സംഭവം ഇത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ എന്താ ഏതാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്യാമ്പസ്. അപ്പോൾ ഇവിടെ പുല്ലൊക്കെ വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് JCB ചേട്ടൻ പാമ്പിനെ കണ്ട്. ഞാൻ പറഞ്ഞു കിട്ടില്ല, ഇത് വേറെ പെരുമ്പാമ്പാണെങ്കിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവർ ഇവിടെ വർക്ക് ചെയ്യാൻ പോവാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം നമുക്കിതിനെ പിടിക്കാണ്ട് വേറെ നിവൃത്തിയില്ല. ഇനി ഞാനിത് ഒഴിവാക്കി പോയാലും പിന്നാടി ചിലപ്പോൾ അടുത്ത വീണ്ടും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ബഹളവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കല്ല് കൂട്ടത്തിൻ്റെ ഇടയിലാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പെരുമ്പാമ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട്.
വയറ്റിൽ മുട്ടയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. വയറ്റിൽ മുട്ടയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് മാറ്റാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ കല്ലൊന്ന് പുതുക്കാൻ മാറ്റിക്കോ. ഒറ്റെടുക്കലെടുക്കേണ്ടി വരും കല്ല് അങ്ങോട്ട്. പെട്ടെന്ന് തിരിച്ചു വിടാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കേണ്ടി വരും. പിന്നെ കല്ല് ഇങ്ങോട്ട് വീണ കഴിഞ്ഞാൽ അതിന്റെ മേല് ഡാമേജ് ആവില്ലേ? ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ കല്ല് പൊക്കാൻ പറ്റും നോക്കിയേ. മാറ്റിക്കോ, അങ്ങോട്ട് തള്ളി വിട്ടോ. അങ്ങോട്ട് തള്ളി വിടാം. ഗുഡ്. ഒരു മിനിറ്റ്. കണ്ടില്ലേ? ബാഗിലാക്കി നമ്മളിത് ഇങ്ങനെ വെച്ച് നേരെ വിളിക്കും. പുറത്തേക്ക് വലിച്ചിട്ട് നമുക്ക് അല്ല ഇവിടെ കാണിക്കാൻ വേണ്ടിട്ടേ, സാറിന് കാണിക്കാൻ വേണ്ടിട്ട്. ഓടുന്നില്ല, അത് എന്തോ വിഴുങ്ങിണ്ടെന്നുണ്ടത്. പൊട്ട സാധനമാണല്ലോ. മുട്ടയാണ്. എവിടെ വരെ പോകുന്നു കാണും. മേല് ടച്ചുണ്ടോ? അല്ല അത് ഓൾറെഡി അതിന്റെ ഉള്ളിൽ പിടിക്കണേട്ടാ. വീട്ടിട്ടുണ്ടോ? കണ്ടിക്കുന്നത് രണ്ടു തട്ടിട്ട് പോണ്ട് മുട്ട അതിനാണെങ്കിൽ ഒരു ഭാഗം വിൽക്കുന്നു. ഇവിടെ കണ്ട വാലിൻ്റെ അവിടെ വരെ വിൽക്കുന്നു. ഒരുമിച്ച് മാറി കേറ്. അല്ല ഇവിടെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കയറില്ല. കയറാണ് തല അവിടെ അല്ലേ? സാറിന് ഇതിൽ വരും.
സാറാ ഓടാ ഞാൻ എത്തിട്ടാ അറ്റത്ത് തലം പിടിക്കണം നീ തിരിച്ചു വരാണ്ടിരിക്കാൻ ചീത്തേക്കോ ഞാൻ കൊടുക്കണേ മലമ്പാമ്പേ എത്ര കിലോ ഉണ്ടാവും? ഇതെന്ത് തൂക്കം നോക്കി വെക്കാനുള്ള കൊണ്ടുപോകുന്നത് 30-40 ഉണ്ടാവൂലേ കാരയിൽ പോയി തൂക്കം നോക്കണം എങ്ങനെ കൊണ്ടുപോകുന്നില്ല എങ്ങനെ താഴ്ത്തിക്കെത്തിക്കുക ഈ മണ്ണുണ്ട് താഴ്ത്തിക്കെത്തിക്കുക പിടിക്കണ സൈഡ് പിടിച്ചാൽ മതിയോ വണ്ടി കമ്പി കാണിയത് മറ്റേത് ഇവിടെ ഇങ്ങോട്ട് എടുത്തിട്ടാ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടോ പാമ്പനെടുത്തിട്ട് ഇവിടെ ഇടും ചേട്ടാ ഇതിനെ ഇവിടെ കൊണ്ട് കളയുന്നുള്ളത് ഇവിടുന്ന് ഇവിടെയാ അങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നതാ ഇവിടെ എല്ലായിടത്തും ജോലി വരുന്നതല്ല ഇഷ്ടംപോലെ സാധനം എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചേ? ആ അപ്പൊ അങ്ങനെ ചെയ്തു കാര്യം നടക്കണ്ടേ? സംഭവം ആ കല്ലിൻ്റെ ഇടയിലുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ടാസ്ക് ആയിരുന്നു. ഈ കല്ല് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വെച്ചാൽ കല്ലിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ ഇഞ്ചുറി പറ്റും. അതുകൊണ്ട് ആളത് വളരെ കെയർ ചെയ്തിട്ട് തന്നെ സൂക്ഷിച്ച് ചെയ്തു. പാമ്പിൻ്റെ വയറ്റിൽ മുട്ടയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെണ്ണാണ് പാമ്പ്, നമുക്ക് പറയാൻ പറ്റും. നമ്മളെന്തായാലും ഫോർട്ടോത്തിലേക്ക് ഹാൻഡ് ഓവർ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.